ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. അപ്പോൾ ഞങ്ങളൊന്ന് ടൗൺ വരെ പോകാമെന്ന് കരുതിട്ടോ. അപ്പോൾ എൻ്റെ മോൾ അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ മോനെ കൊണ്ടാൽ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, അമ്മാനെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളിന്ന് പോയി വരാമെന്ന് കരുതി. അപ്പോൾ മോൻക്കും മോൾക്കും ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. വീട്ടിലിടാൻ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി പോവുകയാണ്. ഒരു വിധായിരുന്നു കേട്ടോ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ പോണത് മുസ്ലിരങ്ങാടിയിലെ ഫാക്ടറി ഔട്ട്ലെറ്റിക്കാണ് കേട്ടോ കയറിയത്. അപ്പോൾ തന്നെ അവളതിൽ കളി തുടങ്ങിയിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾക്കില്ലെന്നും മോൻക്കില്ലെന്നും ഞാൻ സെലക്ട് ചെയ്താണ്ട് എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളിതാ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് ആ പർച്ചേസിന് ശേഷം പിന്നെ ഫാൻസിക്ക് ഒന്ന് പോകാൻ കരുതിട്ടോ. കാരണം ഒരു സൺസ്ക്രീനും ഫേസ് വാഷൊക്കെ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് കുറേ ആയി, അപ്പോൾ അതൊന്ന് വാങ്ങണമെന്നുണ്ട്. പോണ വഴിക്ക് മകൾ പറയുന്നത് എനിക്കും വേണം സൺസ്ക്രീനൊക്കെ, ഞാനും സുന്ദരി ആവണമെന്നൊക്കെയുണ്ട് ഓള് പറയണത്. ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ തേക്കണതൊക്കെ അവരും തേക്കുകയാണല്ലോ അല്ലേ. പിന്നെ അതിന് ശേഷം കടയിൽ കയറിയത് ആ സൺസ്ക്രീനും ഫേസ് വാഷൊക്കെ നോക്കി. അപ്പോൾ ഞാൻ എടുത്തത് മറ്റേ ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീനും അതേപോലെ മാമാരത്തിൻ്റെ ഫേസ് വാഷൊക്കെ ഇട്ടാണ് എടുത്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുകളിൽ 2 കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് വാങ്ങി തരും വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയനാൾക്ക് വാങ്ങാറുണ്ട്. ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷോപ്പാട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോട്ടിലൊരു ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്ക് അവൾക്ക് ചായ കുടിക്കണം എന്നാണ്. അപ്പോൾ ചായ കുടിക്കാൻ നേരമില്ല, ബേബി കരയുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓക്കുന്ന കടി മതിയാണ്. ആദ്യം ബിസ്ക്കറ്റ് കാണിച്ചു തന്നു. ബിസ്ക്കറ്റ് വേണ്ട വേറെ എന്തെങ്കിലും പറയാനോ പോക്ക് പിന്നെ അത് അല്ലെങ്കിൽ കട്ട്ലേറ്റ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒരു സാൻഡ്വിച്ചും ഒരു മുട്ട ബജി എടുത്തിട്ടോ. അപ്പോൾ ഓക്ക് അറിയാം ചായ എന്തായാലും കുടിക്കാനിരിക്കണില്ല എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവൾ പറഞ്ഞ് എന്നാൽ എനിക്ക് വെള്ളം വേണം, വെള്ളത്തിന് ദാഹിക്കണുണ്ട്. അപ്പോൾ ഓളെ അടവൊന്നും നടക്കാത്തതുകൊണ്ട് ഓളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വണ്ടിവന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എനിക്കൊന്നും വാങ്ങി തരുന്നില്ല, ഒന്നും വാങ്ങി തരുന്നില്ല എന്ന്. ബേബി കരയുണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി പാഞ്ഞു വരുന്നത്. അങ്ങനെ ഇതാ വീടെത്തി കേട്ടോ. അപ്പോൾ ഞാൻ ബേബിനെ പോയി എടുക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം കേട്ടോ. ബൈ.